നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ കവറിടം കാണാൻ പോയാലോ? ഈ കവറിടം സ്ഥിതി ചെയ്യുന്നത് പുതുപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് പള്ളിയാണ് കവറിടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ യാത്ര തുടങ്ങുന്നത് പാലായിൽ നിന്നാണ്. പാലായിൽ നിന്ന് കോട്ടയം ബസ്സിന് ഞാൻ കയറി. ഈ കോട്ടയം ബസ് പോകുന്നത് മണർകാട് അയർക്കുന്നം വഴി നേരെ കഞ്ഞിക്കുഴിയിലെത്തും. കഞ്ഞിക്കുഴിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പുതുപ്പള്ളി ബസ്, കഞ്ഞിക്കുഴിയിൽ നിന്ന് എപ്പോഴും പുതുപ്പള്ളി ബസ് നമുക്ക് ലഭ്യമാണ്. അവിടുന്ന് പുതുപ്പള്ളിയിലേക്ക് കറക്റ്റ് നമുക്ക് ആ പള്ളിയുടെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം. 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഞാൻ കോട്ടയം ബസ്സിൽ കയറി. പാലായിൽ നിന്ന് കോട്ടയത്തേക്ക് 38 രൂപയാണ് റേറ്റ് വരുന്നത്. കഞ്ഞിക്കുഴി വരെ 35 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ പാലായിലേക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പോൾ ചോദിച്ചിട്ടേ കയറാവുള്ളൂ. പല ബസ്സുകളും പല റൂട്ട് വഴിയാണ് പോകുന്നത്. ഈ ബസ് പോകുന്ന ഒരു ചേർപ്പുങ്കൽ മറ്റക്കര വഴി വളഞ്ഞാണ് ഈ ബസ് പോകുന്നത്. നമ്മൾ അത് കാരണം ചോദിച്ച് ഡയറക്റ്റ് കോട്ടയമാണെന്ന് ചോദിച്ചിട്ടേ ബസ്സിൽ കയറാവുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നതാണ്. ഈ യാത്ര വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്. ചെറുപ്പുങ്കൽ ബ്രില്യൻറ്റ് കോളേജിൻ്റെയൊക്കെ ആ സൈഡ് വഴിയാണ് ചെറുപ്പൻ മാർസ്ലീവ ഹോസ്പിറ്റൽ, അങ്ങനെ ആ പല ലൊക്കേഷൻ വഴിയാണ് ഈ ബസ് പോകുന്നത്. പക്ഷേ ഡയറക്റ്റ് ബസ് ആകുമ്പോൾ ഇച്ചിരിയും കൂടെ പെട്ടെന്ന് എത്തും. താമസിച്ച് പോകുന്നവർക്ക് ഈ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യാം. അങ്ങനെ ഒരുപാട് റൂട്ട് നമുക്ക് ലഭ്യമാണ്. ഈ പുതുപ്പള്ളിയെക്കുറിച്ച് പറയുവാണെങ്കിൽ പുതുപ്പള്ളിയിലേക്ക് കോട്ടയത്ത് നിന്ന് എപ്പോഴും ബസ് ലഭ്യമാണ്. കോട്ടയം ടൗണിൽ വരികയാണെങ്കിൽ കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് എപ്പോഴും പ്രൈവറ്റ് ബസ് ലഭ്യമാണ്. അത് പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നാണ്. KSRTC കുറവാണ്, എപ്പോഴും ബസ് ലഭ്യമാണ്. പുതുപ്പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളിയുടെ കറക്റ്റ് നമുക്ക് ആ ഫ്രണ്ടിൽ തന്നെയാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. കറക്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഇറങ്ങാം. 15 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ചെറുപ്പുങ്കലെത്തിയിരിക്കുകയാണ്. മാർസ്ലീവ ഹോസ്പിറ്റലൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു പള്ളി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളി മനോഹരമായൊരു പള്ളി. നല്ല ഗ്രാമങ്ങളിലൂടെയുള്ളൊരു യാത്രയാണിത്. ഒരുപാട് താമസിച്ചൊക്കെ സമയമൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഈ റൂട്ട് വഴിയൊക്കെ പോകുന്നതാണ് നല്ലത്. നമുക്ക് പുതിയ റൂട്ടുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സമയമൊന്നും ഇല്ലെങ്കിൽ നേരെ കോട്ടയം ഡയറക്റ്റ് ബസ്സിൽ കയറി പോവുക, അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുക.
ഗൈസ് അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് എത്തിയിരിക്കുകയാണ്. മണ്ണാർക്കാട് പള്ളി, ഇതാണ് മണ്ണാർക്കാട് പള്ളി. ഫേമസ് പള്ളിയാണ്, കോട്ടയം ജില്ലയിലെ ഒരു ഫേമസ് പള്ളിയാണ് മണ്ണാർക്കാട് പള്ളി. ഇവിടെയാണ് സിനിമാ നടി ഫാമയുടെ വീട്. ഇത് പാലാ ഭാഗത്തേക്ക് പോകുന്നൊരു ബസ്സാണ്, സെൻറ്റ് തോമസ് ബസ്. ഇത് കോട്ടയത്തു നിന്ന് വന്നൊരു ബസ്സാണ്. മണ്ണാർക്കാട് പള്ളി ഫേമസ് പള്ളിയാണ്, അടിപൊളി പള്ളിയാണ്. നല്ല ഒരു ഹോസ്പിറ്റലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ഫാമ പഠിക്കുകയും ജനിച്ചു വളർന്നൊക്കെ സ്ഥലമാണ് മണ്ണാർക്കാട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനാണ് കഞ്ഞിക്കുഴി. അപ്പോൾ നമ്മൾ കഞ്ഞിക്കുഴി ലക്ഷ്യമാക്കി പോവുകയാണ്. കഞ്ഞിക്കുഴിയിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് കഞ്ഞിക്കുഴിയിൽ നിന്ന് പുതുപ്പള്ളി ബസ്സിൽ കയറി നേരെ പുതുപ്പള്ളി, അതാണ് ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലെ ഓരോ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ പുതുപ്പള്ളിയിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് പുതുപ്പള്ളി സെൻറ്റ് മേരീസ് പള്ളി. സെൻറ്റ് ജോർജ് പള്ളി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റ് സംഘമാണ്. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. വലിയ പള്ളി എന്ന് വെച്ചാൽ വലിയ പള്ളി, നല്ല വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉള്ളൊരു പള്ളിയാണ്. തൊട്ട് മുമ്പിൽ വയലോരം ഇതെല്ലാം കാണാം. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പള്ളിയാണിത്. ആ പള്ളിയുടെയൊക്കെ ഇവിടെ വ്യൂ കണ്ടില്ലേ? ഇത് ഇവിടെ ഒരു മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ നമുക്ക് സ്ഥലമുണ്ട്. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അതിൻ്റെ അവിടെ സൈഡിൽ തന്നെ ഒരു കുളവും കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, നമുക്കൊരു തണലില്ല. ഇതാണ് പള്ളിയുടെ ഉൾവശം. പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല. ഫ്രണ്ടിൽ വലിയ കണ്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളി, നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ളൊരു പള്ളിയാണ്. നല്ല കോട്ടയം ജില്ലയിൽ ഇത്രയും മനോഹരമായൊരു പള്ളി ഉണ്ടോ എന്ന് തന്നെ സംശയം. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇനി ഫൈനലി ഉമ്മൻചാണ്ടി, നമ്മുടെ ഫോർമർ CM ആയ ഉമ്മൻചാണ്ടിയുടെ കല്ലറ കാണാൻ പോവുകയാണ്. ഇതാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ. ഒരുപാട് കണ്ട് ഇപ്പം തന്നെ പൂ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നിരവധി ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി. ഇപ്പം ഞാൻ വന്ന സമയത്ത് തന്നെ ഒരു ബസ് നിറയെ ആൾക്കാർ വന്നേക്കുന്നത് കാണാൻ വേണ്ടി. ഡെയിലി ആൾക്കാർ വരുന്നുണ്ട്. സൈഡിലൊരു കോഴിക്കോടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയിൽ നിന്നിറങ്ങി. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, അൺസൈക്കബിൾ ചൂട്.